അതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ കൂടി സജീവമാകാൻ പോകുന്നു എന്ന വാർത്തയും വരുന്നത്. അദ്ദേഹം അടുത്ത ദിവസം തന്നെ പാലക്കാട്ടേക്ക് എത്തിച്ചേരും എന്ന വിവരവും ഇന്ന് വരുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ശനിയാഴ്ച അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തും. അവിടെ വിവിധ പരിപാടികളിൽ സജീവമാകുമെന്നതാണോ? ഡിവൈഎഫ്ഐയും BJPയും ഇതിനോടകം തന്നെ അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ വിവാദമുണ്ടായതിന് തൊട്ട് പിന്നാലെ എങ്ങനെയാണ് BJPയും DYFIയും അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിലൊക്കെ പ്രതിഷേധം തീർത്തത് എന്നത്. അപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇനി പാലക്കാട് ഒരിക്കൽ കൂടി പാലക്കാട്ടിൽ കളമൊരുങ്ങാൻ പോവുകയാണോ? അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് സ്ഥിരീകരിച്ച് പറയാമോ? തീർച്ചയായും മനസ്സിലാക്കാം. കാരണം ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത് അതിൻ്റെ ഒരു സൂചനയായി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പൊതുസമൂഹവും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില കോൺഗ്രസ് പ്രവർത്തകർക്ക്, അതായത് പാലക്കാട്ടെ ഷാഫിയും രാഹുലുമായി അടുപ്പമുള്ള ചില കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും മുൻപ് തന്നെ അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലെത്തുമെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശം ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് പാലക്കാട്ടെ ചില നേതാക്കൾക്ക് അറിയാമായിരുന്നു. അവരത് അടക്കം പറയുന്നുമുണ്ട്. എന്തായാലും നിയമസഭയിലെത്തി ഇനി പുറത്തിറങ്ങി ഒരു പ്രതിഷേധം കണ്ടു. SFIയുടെ ഒരു കാർ തടയൽ പ്രതിഷേധം കണ്ടു. ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടം ഈ പ്രതിഷേധം കണ്ട് പിന്മാറേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹത്തിന്റെ അനുകൂലികൾ എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് വലിയ തോതിലുള്ള റീലൊക്കെയായി ഇപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ചില സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലുകളടക്കം രാഹുൽ മാങ്കൂട്ടം സധൈര്യം വന്ന് ഇതിൽ പങ്കെടുത്തു, മാധ്യമങ്ങളെ മുഴുവൻ ഒരു തരത്തിൽ ഒളിച്ചു കടന്നു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ തെറ്റാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, കോൺഗ്രസ് ഹാൻഡിലുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ VD സതീശൻ കൃത്യമായ രീതിയിൽ അങ്ങനെ ഒരു പിന്തുണ നൽകരുത്, സൈബർ ആക്രമണം നടത്തരുത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു വിഭാഗം ഇപ്പോഴും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് പാലക്കാട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ മടങ്ങി വരവ്. 27 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് ഈ ശനിയാഴ്ചയോടുകൂടി അദ്ദേഹം മടങ്ങി വരാൻ വേണ്ടി ഒരുങ്ങുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും പൊതുപരിപാടികളിൽ, അതായത് MLA എന്ന തരത്തിൽ നടത്തുന്ന പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും DYFIയുടെ ജില്ലാ പ്രസിഡന്റ് R ജയദേവനും നിലപാട് പറഞ്ഞു കഴിഞ്ഞു. MLA എന്ന നിലയിൽ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല, MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് ഓഫീസിൽ കയറാൻ കഴിയില്ല. ഓഫീസിലേക്ക് പ്രതിഷേധം ഉണ്ടാകുമെന്ന ചോദ്യത്തിന് സ്വാഭാവികമായി അപ്പോഴാണ് തീരുമാനിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. DYFI നേതാവ്, അല്ലെങ്കിൽ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് R ജയദേവനും പറയുന്നത് അത് തന്നെയാണ്. ഉയർന്നു വന്ന ആരോപണങ്ങൾ ചെറുതല്ല, അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രതിഷേധം തുടരും. അത് ജനകീയമായ സമരമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും രാഹുൽ ശനിയാഴ്ചയോടുകൂടി എത്തും. അത് ചില പൊതുപരിപാടികളായിരിക്കില്ല, ചില ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ഒക്കെ പരിപാടികളായിരിക്കും ഉണ്ടാവുക. അവിടേക്ക് എന്തായാലും MLA ബോർഡ് വെച്ച് രാഹുൽ വന്നു കഴിഞ്ഞാൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് DYFIയും BJPയും. ശനിയാഴ്ച തന്റെ സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേരുമെന്നതാണ് വിവരം. ചെറിയ പരിപാടികളിൽ പങ്കെടുക്കും, പൊതുപരിപാടികളിലായിരിക്കില്ല തുടക്കത്തിൽ അദ്ദേഹം പങ്കെടുക്കുക എന്നതാണ്. അങ്ങനെ മണ്ഡലത്തിൽ കൂടി സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നു എന്നതിന്റെ വിവരമാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.